ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചാമക്കാല, സ്വാഭാവികമായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടി നിൽക്കുമ്പോൾ വീണ് കിട്ടുന്ന എല്ലാ അവസരങ്ങളും പ്രതിപക്ഷം ഏറ്റെടുക്കും, അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ വനമന്ത്രിയും അതോടൊപ്പം തന്നെ ഭരണകക്ഷി പാർട്ടികളും നേതാക്കളും പറയുന്നുണ്ട്. എന്നാൽ ഇതങ്ങനെയൊന്നുമല്ല. ഇത് മുമ്പ് തന്നെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിനുവേണ്ടിയുള്ള യാത്രകൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു വീഴ്ച അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിൽ ഉണ്ടാകുന്ന പ്രതിഷേധം ഉണ്ടാകും. അത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടിട്ടുള്ളതല്ല എന്നുള്ളൊരു വിശദീകരണം കൂടി ഇപ്പോൾ പ്രതിപക്ഷം നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ വനമന്ത്രി പറയുന്നതിനെ വിലയിരുത്തുന്നത്? വനമന്ത്രി പറയുന്നു അങ്ങനെ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞതെന്ന്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് കാര്യങ്ങൾ വ്യക്തമാണ്. മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആളുകൾ മരണപ്പെടുന്നത് സർക്കാരിന്റെ വീഴ്ച മൂലമാണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ 15 വയസ്സുകാരന്റെ മരണവും സംഭവിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ സർക്കാരിന്റെ അനാസ്ഥ മൂലമാണ് എന്ന് ആ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ KSEBയുടെ ലൈനിൽ നിന്ന് നേരിട്ട് കറണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പലപ്പോഴും KSEBയുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിൽ നടപടി ഉണ്ടായില്ല. അതിന്റെ രക്തസാക്ഷിയാണ് ഈ കുട്ടിയെന്ന് ആ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. പക്ഷെ അപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ മുൻകൂട്ടി പ്രകടനം നിശ്ചയിച്ചു, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നു, ഞങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു, ഇതിന്റെ പേരിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് വെച്ചാൽ ഈ വിഷയം ഉണ്ടാക്കിയത് ഞങ്ങളൊക്കെ ചേർന്നാണ്, ഞങ്ങളാണ് പന്നിക്കടി വെച്ചത്, ഞങ്ങളാണ് ആ കുട്ടിയെ പിടിച്ചുപോയി പന്നിക്കടിയിലേക്ക് പഠിച്ചത് എന്ന് വരെ ഒരർത്ഥത്തിൽ പറഞ്ഞു വെച്ചു. ഇപ്പോ മന്ത്രി പറയുന്നു വളച്ചു പിടിച്ചതാണ്. വളയ്ക്കാനും പിടിക്കാനും കമ്പീസും സംഭവമൊന്നുമല്ലല്ലോ. ഏതായാലും ഇപ്പോ അവർക്ക് പൊതുസമൂഹത്തിൽ നിന്നുള്ള പ്രതിഷേധം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് തിരുത്തിയിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് സർക്കാരിന്റെ അലംഭാവം മൂലം ഉണ്ടായിട്ടുള്ള ഒരു മരണമാണ്, കൊലപാതകമാണ്. അല്ല, ചർച്ചമില്ലാത്ത വിഷയം. സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലായിരുന്നോ എന്നുള്ളതാണ് വനമന്ത്രി ചോദിക്കുന്നത്. ആ തരത്തിലുള്ള പ്രകോപനത്തിന്റെ പേരിലാണ് അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ കൊന്നതാണ് ഒരു 15 വയസ്സുള്ള കുട്ടിയെ എന്ന നിലയ്ക്ക് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന പ്രകോപനത്തിന്മേലുണ്ടായ പ്രതികരണം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അദ്ദേഹം അതിനെ ലഘൂകരിക്കുന്നത്. അങ്ങനെ ഒരു ഇരുത്തം വന്ന ഒരു മന്ത്രിയിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ ഉണ്ടാകേണ്ടത്? മാത്രമല്ല അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞങ്ങൾ കുട്ടി മരിക്കുന്നതിന് മുമ്പ് തന്നെ മലപ്പുറത്ത് പ്രകടനം നടത്തിയെന്നവരെ പറഞ്ഞില്ലേ? എത്ര അബദ്ധജടിലമായ കാര്യങ്ങളാണ് മലപ്പുറത്ത് പ്രകടനം. അദ്ദേഹം പറഞ്ഞത് നാട്ടുകാർ അറിയുന്നതിന് മുൻപേ എന്നാണ്, കുട്ടി മരിക്കുന്നതിന് മുൻപേ എന്ന് പറഞ്ഞില്ല. ശരി, നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടത്തിയെന്നാ പറഞ്ഞേ. ഞങ്ങൾ മലപ്പുറത്ത് പ്രകടനം നടത്തിയിട്ടില്ല. ഞങ്ങൾ ഈ കുട്ടി മരിച്ച ഹോസ്പിറ്റലിന് മുന്നിൽ നടത്തിയിട്ടുള്ള താങ്കളും വസ്തുതകൾ മനസ്സിലാക്കണം. ഹോസ്പിറ്റലിൽ 7:30 മണിക്ക് നടന്ന സംഭവത്തെ സംബന്ധിച്ച് ഞങ്ങൾ 10 മണിക്കാണ് പ്രതിഷേധിക്കുന്നത്. അപ്പോൾ എന്താണ് മുൻകൂട്ടി കണ്ടുകൊണ്ട് മലപ്പുറത്ത് പ്രതിഷേധം നടത്തിയെന്നൊക്കെ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് മാത്രമല്ല, ഇതിനെപ്പറ്റി ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ചില്ലേ? ഇപ്പോൾ മാറ്റം പറയേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വസ്തുതാപരമായ കാര്യങ്ങളാണ്. KSEBയുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ആ കുടുംബാംഗങ്ങൾ പോലും ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയത് എന്തുകൊണ്ടാണ്? ഇപ്പൊ മന്ത്രി സ്റ്റേറ്റ്മെന്റിൽ അപ്പോൾ ഞങ്ങൾ പറഞ്ഞാണ് ശരിയെന്ന് വന്നില്ലേ? ഇത് ജനകീയ വിഷയമാണ്. ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്, അങ്ങനെ ശ്രമിക്കുകയുമില്ല.